ഗൈസ് വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെരുമ്പാവൂർക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പെരുമ്പാവൂർക്ക് എന്തിനാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയും ഉണ്ണികളെയും കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ വീട് പെരുമ്പാവൂരാണ്. അപ്പോൾ അവിടെ നിന്ന് ചേച്ചീനും ഉണ്ണികളെയും കൊണ്ടുവരാൻ വേണ്ടിയാണ് കുറച്ച് ദിവസം ഞങ്ങളെ കൂടെ നിൽക്കാൻ പോകുന്നവർ. അപ്പോൾ നിൽക്കാൻ വേണ്ടി കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ ഉണ്ണി ആയതിനു ശേഷം അങ്ങോട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഈ വീഡിയോ ഇനി വരുന്ന വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ ഓണം സീരീസ് വീഡിയോസ് ആയിരിക്കും. അത് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. എടുക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ എടുക്കാം. ഓണത്തിൻ്റെ വീഡിയോസ് ആവുന്നത് ഇതാണ് ലാസ്റ്റ് വീഡിയോ കേട്ടോ. നമ്മുടെ ഇനി വരുന്ന വീഡിയോസ് അപ്പോൾ ഓണം വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എനിക്ക് തൊട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ യാത്രയായി, കുളിയൊക്കെ കഴിഞ്ഞ് യാത്രയായി, ഉണ്ണീനെ യാത്രയാക്കിയിട്ട് നമ്മളിപ്പോൾ പോകാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങാറായി ഒരു 10:30 ആയിട്ടുണ്ട്. നമ്മൾ 10 മണി 10:30ക്കുള്ളിലാണ് നമ്മൾ ഇറങ്ങിയതെന്ന്. അപ്പോൾ എന്നിട്ട് ഞങ്ങളത് ഇറങ്ങിയിട്ട് ഞാനും ഉണ്ണി ഇറങ്ങി. അമ്മ വാതിലൊക്കെ പൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ അവിടെ വാതിൽ പൂട്ടാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും കുറച്ച് നടക്കാണ് നമുക്ക് റോട്ടിലേക്ക്. ഇറങ്ങി ചെല്ലുമ്പോഴേക്കും വിഷ്ണു എന്ന് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാരഥി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം വണ്ടിയാണ്, ഞങ്ങളതിലാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായി പോകാം, ടെൻഷൻ അടിച്ച് പോകണ്ട. നമ്മൾ വാടകയ്ക്ക് വണ്ടി വിളിച്ചിട്ടൊന്നല്ലല്ലോ പോകണം, സ്വന്തം വണ്ടിയിലല്ലേ പോകണം. പിന്നെ അവരിങ്ങോട്ട് കൊണ്ടുവരാനുള്ളത് കൊണ്ട് പോയിട്ട് ഇന്ന് തന്നെ വരാനുള്ളത് കൊണ്ട് നമ്മൾ അധികമൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് പെരുമ്പാവൂർ വരെ പോയി വരേണ്ട ഒരു ഇതേ ഉള്ളൂ. നമ്മൾ സാധനങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ട് ഞങ്ങളൊരു ചണ്ട ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ എന്താ പറയുക വെണ്ണക്കളം, അത് ഞങ്ങളിപ്പോൾ ഉണ്ണിക്ക് ചോറ് എടുക്കും ഗുരുവായൂർക്ക് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഹൈവേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുതുക്കാടൊക്കെ കഴിഞ്ഞ ആ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പാലത്തിൻ്റെ മേളിൽ കൂടെയാണ് പോണത്. അവിടേക്ക് പിന്നെ റോഡൊന്നും കുഴപ്പമില്ല, സ്മൂത്തായിട്ട് പോവാം. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നമുക്ക് വണ്ടിയിൽ ഇരുന്ന് പോകാം. എന്നാലും 2 മണിക്കൂർ ഇരിക്കണം, എന്തായാലും 2 മണിക്കൂർ ഇരിക്കണം. പിന്നെ നമുക്ക് ബ്ലോക്ക് കിട്ടുമ്പോഴാണ് കുറച്ചും കൂടെ ലേറ്റ് ആവും. ബ്ലോക്ക് കിട്ടാൻ ചാൻസ് എന്ന് പറയുമ്പോൾ വഴിക്ക് അങ്കമാലിയിൽ കാലടിയിലൊക്കെയാണ് ബ്ലോക്ക് കിട്ടാൻ ചാൻസ്. ഞങ്ങളന്ന് പോയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അധികം തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പതിപോലെ തന്നെ അങ്കമാലിയിൽ നല്ല ബ്ലോക്ക് കിട്ടി. ബ്ലോക്കൊക്കെ തീർന്ന് നമ്മൾ പോകുന്നതിന് ഇടയിൽ ഞങ്ങൾക്ക് ഈ യാത്രയിൽ നല്ലൊരു അടാറ് പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പണി വേറെ ഒന്നുമല്ല, നമ്മൾ വഴിക്ക് നമ്മൾ വണ്ടി ഒന്ന് ചെറുതായിട്ട് നമുക്ക് പണി തന്നു. ചെറുതായിട്ട് നല്ല അത്യാവശ്യം ഒരു പണി കിട്ടി. ശരിക്കും നമ്മൾ പെട്ടുപോയത് പോലെയായിരുന്നു. ഉണ്ണിനെയും കൊണ്ട് പോകുന്നത് കൊണ്ട് കൂടി നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ആളെന്ന് വണ്ടി കയറി അപ്പോൾ ഉറങ്ങും. വണ്ടി പിന്നെ നിർത്തിയാലാണ് എനിക്ക്. നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഈ നേരെ അവിടേക്കല്ലേ പോകണേ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണിക്ക് വേണ്ടി ഉണ്ണി ഉണ്ടല്ലോ എന്ന് വെച്ചു. അപ്പോൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് പെരുമ്പാവൂർ എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് പണി കിട്ടിയത്. അതായത് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഇപ്പുറം വണ്ടി ഒന്ന് നാശമായി. ഞങ്ങളപ്പോൾ വണ്ടി റോഡിലിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ മരത്തിന് ചുള്ളിൽ ഇറങ്ങിക്കാണ് ഉണ്ണീനെ വെയിലുള്ള ആളഞ്ചിന് വണ്ടി നിന്ന് വഴിക്ക് എനിക്ക് കണ്ടാൽ. അപ്പോൾ അതിന് പാൽ കൊടുക്കേണ്ട ഒരു ടെൻഷനൊക്കെ ആയിരുന്നു. വണ്ടിയിൽ പണിക്കാരൻ വർക്ക്ഷോപ്പിൽ നിന്ന് വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ഓട്ടോറിക്ഷ വിളിച്ച് ഞങ്ങൾ നേരെ ചേച്ചിയോട് പോയി ഇറങ്ങി. അപ്പോൾ ആ ടെൻഷൻ പിന്നെ അതൊന്നും വലിയ എടുത്തില്ല കേട്ടോ. കാണാൻ കുഞ്ഞ അങ്ങനെയാണ് ഇടാ. ചവിട്ടിയല്ലേ കോഴിക്കാട്ട കഷ്ടം. പിന്നെ അളിയനെ വിളിച്ച അളിയൻ്റെ പരിചയത്തിലുള്ള വർഷാപ്പുകാരനൊക്കെ വെച്ച് പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള മാമൻ്റെയും മക്കളുടെയും കളിയാണ്. എത്തിയപ്പോൾ 4 മണിയായിട്ട് ഇവർ പണി കഴിഞ്ഞ് എത്തിയപ്പോൾ വണ്ടി വർഷാപ്പുകാരൻ വന്ന് റിപ്പയറിങ് കഴിഞ്ഞിട്ട് 4 മണിയായി. അതിന് ശേഷം വന്ന് ഒരു കളിക്കപ്പോൾ ഒരു വന്ന് പിന്നാലെ ഞങ്ങൾക്ക് ഇറങ്ങാറായി. എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു 5 മണിക്കെങ്കിലും ഇറങ്ങിയാലാണ് ഇവിടെ ഒരു 7 മണിക്ക് എങ്കിലും എത്തുള്ളൂ. മാമൻ കയറും
സ്വന്തം അതേടെ കൂടെ പോയി വണ്ടർല പോയാൽ തന്നു അങ്ങനെ മാമൻ്റെയും മക്കളെയും കളി കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി. നമ്മൾ 5:30 ആ സാധനം ഒഴുകുന്നത് പുതിയത് മനസ്സിലായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ നോക്കി അങ്ങനെ കളിച്ചിരുന്നു. നമ്മൾ റിട്ടേൺ വരുമ്പോൾ ചെറുതായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്യായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. നമ്മൾ പോരുമ്പോൾ ഏകദേശം 5:45 അതിൻ്റേതായ ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പോരുമ്പോൾ അവിടെ പോകുന്ന കുറച്ച് കഴിയുമ്പോൾ പിന്നെ മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ കണ്ടോ അവിടെ നല്ല മഴക്കാരാണ് അതിൽ. അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്താറാകുമ്പോഴേക്കും അടോട് മഴ ഷീറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ഭയങ്കര ഇരുട്ടിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഓൾറെഡി നമ്മൾ പുറത്തും ഇരുട്ടായി തുടങ്ങി. 7 മണി 7:30 ആയി ഞങ്ങൾ. അതേ അമ്മ പിള്ളേർ നമ്മുടെ കുഞ്ഞിനെ വണ്ടി വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ നന്ദപ്പനെ വണ്ടി വെച്ചിരിക്കുന്നുണ്ട്. നന്ദപ്പൻ ഫോൺ കാണാണ്. കുഞ്ഞപ്പനെ വെച്ചാൽ വണ്ടിയിൽ ഉള്ള ഗതികൂടെയൊക്കെയോ കാഴ്ചകൾ കാണാണ്. പിന്നെ ഇത് അവിടെ ചേച്ചി ഉണ്ണിനെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഒരു ഡേ ഇൻ മൈ ലൈഫ്, ചെറുതായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.